കഴിഞ്ഞ റോ എപ്പിസോഡിൽ ഒരു രക്ഷയുമില്ലാത്ത പ്രോമോ ബാറ്റിൽ തന്നെയായിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. വില്ലനായിരുന്നിട്ട് കൂടി ഫാൻസിന്റെ സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത് ജോൺ സീനക്കായിരുന്നു. അതൊരിക്കലും ജോൺ സീനയെ ഇത്രയും കാലം ഫാൻസ് സപ്പോർട്ട് ചെയ്തതുകൊണ്ടോ സീനയെ അവർ ഇഷ്ടപ്പെട്ടതുകൊണ്ടോ അല്ല, സീനയുടെ പ്രോമോ കണ്ടിട്ടായിരുന്നു, സീന പറഞ്ഞ ഓരോ വാക്കുകളും കേട്ടിട്ടായിരുന്നു. പക്ഷെ അതിനനുസരിച്ച് കട്ടക്ക് നിൽക്കാൻ വേണ്ടി കോഡി റോഡ്സിനും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തൊക്കെയാണ് കഴിഞ്ഞ റോ എപ്പിസോഡിൽ നടന്നിട്ടുള്ളത്, കഴിഞ്ഞ റോ എപ്പിസോഡിൽ പറഞ്ഞിട്ടുള്ളത്, ഈ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത്. വെൽക്കം ടു വെനസ്ഡേ നൈറ്റ് സ്പെഷ്യൽസ്. ഇതുവരെ കോഡി റോഡ്സും സീനയും തമ്മിൽ 2 പ്രോമോകളായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. ആ 2 പ്രോമോകളിലും നമ്മൾ കണ്ടത് ഒരേ കാര്യം തന്നെയായിരുന്നു. ജോൺസിന് ആദ്യം വരുന്നു, എന്നിട്ട് ഫാൻസിനെ കുറെ തെറി വിളിക്കുന്നു, ഫാൻസിനെ കുറെ പഞ്ചിക്കിടുന്നു. എന്നിട്ട് അത് കഴിഞ്ഞതിന് ശേഷം കോഡി റോഡ്സ് വരുന്നു, കോഡിയും ജോൺസിനെയും കൂടി ഫേസ് ടു ഫേസ് നിൽക്കുന്നു, സീന റിങ്ങിൽ നിന്നും ഇറങ്ങി പോകുന്നു. ഇതേ കാര്യം തന്നെ കണ്ടതുകൊണ്ട് മൂന്നാമത്തെ പ്രോമോ ആയിട്ടുണ്ടായിരുന്ന റോ എപ്പിസോഡിൽ നടന്നിട്ടുണ്ടായിരുന്നത്, ജോൺസിനെ വന്ന് അദ്ദേഹത്തിന്റെ പ്രോമോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ തന്നെ കോഡി റോഡ്സ് റിങ്ങിലേക്ക് വരികയുണ്ടായി. 2 ആഴ്ച ഞങ്ങൾ നീ പറയുന്നത് കേട്ടു, ഇനി ഈ വീക്ക് ഞാൻ പറയുന്നത് നീ കേൾക്ക് എന്നുള്ളതായിരുന്നു കോഡി പറഞ്ഞത്. കോഡി ആദ്യം തന്നെ സീനയെ പറ്റി കുറ്റം പറയുന്നതിന് മുൻപേ തന്നെ സീന എന്തൊക്കെ കുറ്റങ്ങളായിരിക്കും കോഡിയെ പറ്റി പറയാൻ ചാൻസ് ഉള്ളത് എന്നുള്ളത് പറയുകയുണ്ടായി. സ്റ്റാർഡസ്റ്റ് ഗിമ്മിക്കിനെ കുറിച്ചും WWE നിന്നും ഇറങ്ങിയിട്ട് സക്സസ് തേടി ബാക്കിയുള്ള സ്ഥലങ്ങളിൽ പോയതും AEW സക്സസ് തേടി പോയി അവിടെ നിന്നും ഒന്നുമാകാതെ വീണ്ടും WWE വന്ന് അവിടെ ചാമ്പ്യനായി മാറിയ കാര്യങ്ങളെല്ലാം തന്നെ നീ പറയാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത് കോഡി റോഡ്സ് തന്നെ അവിടെ പറയുകയുണ്ടായി. തൻ്റെ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് തനിക്ക് നാണക്കേടലുള്ളത്, കഴിഞ്ഞ കാലത്തെക്കുറിച്ച് താനിപ്പോൾ ചിരിക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളതായിരുന്നു കോഡി അവിടെ നിന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഫാൻസിന് ഈ കാര്യങ്ങളെല്ലാം തന്നെ കേട്ടപ്പോൾ വളരെയധികം സന്തോഷമായി. ഫാൻസ് നന്നായിട്ട് കോഡിക്ക് വേണ്ടി ചിയർ ചെയ്തിട്ടുണ്ടായിരുന്നു. AEW കുറിച്ച് ചെറുതായിട്ടൊരു റെഫറൻസ് എല്ലാം തന്നെ ആ ഒരു പ്രോമോയിൽ കോഡി റോഡ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. WWE വിട്ട് വലിയൊരു സംഭവം ബിൽഡ് ചെയ്യാൻ വേണ്ടി താൻ അവിടെ പോയിട്ടുണ്ടായിരുന്നു എന്നുള്ളതും തന്നെ അവിടെ കുഴിച്ചു മൂടപ്പെട്ടു എന്നുള്ളതും പിന്നീട് WWE തിരിച്ചു വന്നതിന് ശേഷമാണ് തൻ്റെ കരിയർ നന്നായിട്ടുള്ളത് എന്നുള്ളതുമായിരുന്നു കോഡി റോഡ്സ് അതിൽ മെൻഷൻ ചെയ്തത്. പിന്നീട് കോഡി ജോൺ സീനയോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുകയുണ്ടായി. എന്തിനാണ് സീന കോഡിയെ അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് എലിമിനേഷൻ ചാമ്പറിൽ? ഈ 2 ആഴ്ചകളിലും സീന വന്ന് ഫാൻസിനെ ആയിരുന്നു കുറ്റം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഫാൻസ് ആണ് പ്രശ്നം എന്നുണ്ടെങ്കിൽ എന്തിന് കോഡി അറ്റാക്ക് ചെയ്തു? സീന ഇതുവരെ പറയാത്ത എന്തോ ഒരു റീസൺ ഇതിന് പുറകിലില്ലേ? പിന്നെയായിരുന്നു ജോൺ സീന മൈക്ക് എടുത്തിട്ടുണ്ടായിരുന്നത്. സീന മൈക്ക് എടുത്ത് പറഞ്ഞത്, കോഡിയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ വന്നിട്ടുള്ളത്, കോഡിയെ കുഴിച്ചു മൂടാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് നാളുകളായി ഫാൻസ് എന്നോട് പറയുന്നുണ്ട് ഞാൻ പല റെസ്ലേഴ്സിൻ്റെയും കരിയർ നശിപ്പിച്ചിട്ടുണ്ട്, പല റെസ്ലേഴ്സിനെയും കുഴിച്ചു മൂടിയിട്ടുണ്ട് എന്നെല്ലാം തന്നെ. അത് എതിർക്കുന്നതിന് പകരമായിട്ട് സീന പറഞ്ഞിട്ടുണ്ടായിരുന്നത്, അവരെ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നത്, അവരെ ഞാൻ കുഴിച്ചു മൂടിയിട്ടുണ്ടായിരുന്നത്, അവരുടെ ചാൻസുകൾ ഞാൻ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് ഞാൻ അവരെക്കാൾ അടിപൊളി ആയതുകൊണ്ടാണ്, അവർ എൻ്റെ അത്രയും അടിപൊളി അല്ലാത്തത് കൊണ്ടുമാണ്. ഞാൻ ഒരിക്കലും അവരെ പിടിച്ചു വെച്ചിട്ടില്ല, പക്ഷെ അവർക്ക് എൻ്റെ ലെവലിൽ എത്താൻ കഴിയാത്തത് കൊണ്ട് മാത്രമാണ് അവരെ WWE നിന്നും ഒഴിവാക്കപ്പെട്ടു, തഴയപ്പെട്ടു എന്നുള്ളതെല്ലാം തന്നെ നിങ്ങൾ മണ്ടന്മാരായ ഫാൻസിന് തോന്നുന്നത്. പക്ഷേ ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോൺസിനെ ഈ കാര്യം പറയുന്ന സമയത്ത് ഫാൻസ് മുഴുവൻ സീനയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു ചിയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് സീന പറഞ്ഞത് WWE ചാമ്പ്യൻഷിപ്പ് എന്ന് പറഞ്ഞാൽ അതിനൊരു വിലയുണ്ട്. പക്ഷേ കോഡി റോഡ്സ് എന്നാണോ ആ ചാമ്പ്യൻഷിപ്പ് വിജയിച്ചത് അന്ന് മുതൽ ആ ചാമ്പ്യൻഷിപ്പിൻ്റെ വില തന്നെ പോയിട്ടുണ്ടായിരുന്നു, അതിനോടുള്ള ഒരു റെസ്പെക്റ്റ് തന്നെ പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വാല്യൂ വളരെ കുറഞ്ഞ രീതിയിലാണ് കോഡി ചാമ്പ്യനായിരുന്നപ്പോൾ തോന്നിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഇത് വെറും ഒരു 17ാമത്തെ തവണ ചാമ്പ്യൻഷിപ്പ് വിജയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം മാത്രമല്ല, എനിക്ക് കോഡിയുടെ ലെഗസിയെ തന്നെ, കോഡിയുടെ ചരിത്രത്തെ തന്നെ ഈ WWE നിന്നും മായ്ച്ചു കളയണം. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഞാൻ നോക്കുക. ഇത്രയും കൂടി പറഞ്ഞപ്പോഴേക്കും കോഡിയുടെ കൂടെ നിന്നിട്ടുണ്ടായിരുന്ന ഫാൻസ് മുഴുവൻ ജോൺ സീന എന്ന് പറഞ്ഞിട്ടുള്ള ചാൻറ്റുകളായിരുന്നു അവിടെ മുഴുവൻ ചെയ്തത്. പക്ഷെ അവിടെ കൊണ്ടും തീർന്നില്ല. കോഡി റോഡ്സ് അതിനനുസരിച്ച് നല്ല കിടിലൻ മറുപടി തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. സാധാരണ ജോൺസിനെ ഇതുപോലെയുള്ള പ്രോമോകളെല്ലാം തന്നെ പറയുമ്പോൾ എതിരെ നിൽക്കുന്നവർക്ക് ഒന്നും തന്നെ മിണ്ടാൻ കഴിയാതെ അവർ അവിടെ നിന്നും ഉരുകി തീരുന്നതാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. എന്നാൽ കോഡി പറഞ്ഞിട്ടുണ്ടായിരുന്നത്, നിനക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ പറയാം, കാരണം നീ ഒരു WWE പ്രൊഡക്റ്റാണ്. നിനക്ക് എല്ലാ കാര്യങ്ങളും WWEയും WWEയുടെ തലപ്പത്തിരിക്കുന്നവരും കയ്യിലേക്ക് കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. അതായത് വിൻസ് മക്മാനി ആയിരുന്നു ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. WWE ഒരു മോശം അവസ്ഥയിലായിട്ടും ഈ ഒരു കമ്പനിയെ വിട്ടിട്ട് നീ ഹോളിവുഡിലേക്ക് നിന്റെ കരിയർ മാത്രം നോക്കിപ്പോയി. അപ്പോൾ ഇവിടെ നോക്കാൻ വേണ്ടിയിട്ട്, ഈ കമ്പനിയെ ചുമരിൽ ചാരി നിർത്താൻ വേണ്ടിയിട്ട് ആരുമില്ലായിരുന്നു. ആകെ ഞാനും റോമൻ റെയിൻസും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഞങ്ങൾ 2 പേരും കൂടിയാണ് കമ്പനിയെ ഈ ഒരു ലെവലിലേക്ക് എത്തിച്ചു കൊണ്ടുവന്നിട്ടുള്ളത്. നീ അപ്പോൾ WWE ഇല്ലായിരുന്നല്ലോ. അങ്ങനെ ജോൺ സീന റിങ്ങിൽ നിന്നും ഇറങ്ങിപ്പോകാൻ നിൽക്കുന്ന സമയത്ത് കോഡി റോഡ്സ് ഒരൊറ്റ ഡയലോഗ് കൂടി പറയുകയുണ്ടായി. എന്തായാലും എന്നോട് ഒരു ഫാനും പറഞ്ഞിട്ടില്ല എനിക്ക് റെസിൽ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. അതായത് യു കാൺ റെസിൽ എന്ന് പറഞ്ഞിട്ടുള്ള ചാൻറ്റുകൾ ആരും തന്നെ തന്നോട് പറഞ്ഞിട്ടില്ല എന്നുള്ളതായിരുന്നു കോഡി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത് പറയാനുണ്ടായ കാരണം, പണ്ട് ജോൺ സീന മത്സരിക്കുന്ന സമയത്തെല്ലാം തന്നെ യു കാൺ റെസിൽ എന്ന് പറഞ്ഞിട്ട് ജോൺ സീനയെ ഫാൻസ് കളിയാക്കുന്നതെല്ലാം തന്നെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു.
ആ കാര്യത്തെക്കുറിച്ചായിരുന്നു കോടി അവിടെ പരാമർശിച്ചത്. അതോടുകൂടി ജോൺസിനൊക്കെ ഇളകി ജോൺസിനെ നേരിട്ട് വന്നു കോഡി റോഡ്സിന്റെ മുൻപിലേക്ക്. കോടി അറ്റാക്ക് ചെയ്യാൻ വേണ്ടി തന്നെയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ അറ്റാക്ക് ചെയ്യുന്നതിന് മുൻപ് തന്നെ കോടി ഒരു ക്രോസ് റോഡ്സ് ചെയ്തുകൊണ്ട് ജോൺസിനെ അവിടെ അടിച്ചിടുകയുണ്ടായി. അതോടുകൂടി ആ ഒരു പ്രൊമോ ബാറ്റിൽ അവിടെ അവസാനിച്ചു. കോഡി റോഡ്സ് ആ ഒരു പ്രൊമോ ബാറ്റിൽ വിജയിച്ചു. ഇനി അടുത്ത ആഴ്ചകളിൽ ഒന്നും തന്നെ ജോൺസിന് വരുമെന്നുള്ളത് WWE പരസ്യം ചെയ്തിട്ടില്ല. സാധാരണ ജോൺസിനയുടെ ഒരു വരവുണ്ടെങ്കിൽ WWE അത് പരസ്യം ചെയ്യാറുള്ളതാണ്. ഇനി റെസൽമേനിയ 41 മാത്രമേ ജോൺസിനെ പരസ്യം ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതുവരെ സീന വരാതിരിക്കുമോ? എന്തായിരിക്കും WWE പ്ലാൻ ചെയ്യുന്നത്? എനിക്കൊരു ഐഡിയയും ഇല്ല. ഇപ്പോൾ ഈ ഒരു ഫ്യൂഡ് വലിയൊരു ലെവലിലേക്കോ ഒരു മെയിൻ ഇവന്റ് ലെവലിലേക്കോ എത്തിയിട്ടില്ല. ഇപ്പോൾ ഒരു ആവറേജ് ലെവൽ എന്ന് മാത്രമേ എനിക്ക് പറയാൻ കഴിയുള്ളൂ. പക്ഷേ പ്രോമോകളെല്ലാം തന്നെ കൊള്ളാം. എന്നാലും ആ ഒരു ഫ്യൂഡ് ഇൻറ്റൻസീവ് ആവണമെന്നുണ്ടെങ്കിൽ ഇവർ തമ്മിൽ ഒരു ബ്രോൾ ഉണ്ടായിരിക്കണം. ഇവർ തമ്മിൽ നല്ല രീതിയിൽ ഫൈറ്റ് ഉണ്ടായിരിക്കണം. എന്തെങ്കിലും ഇമോഷണലി കണക്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. അതുപോലെ ഇവരുടെ പ്രോമോയുടെ ഇടയ്ക്ക് റോക്കിൻ്റെ പേരെല്ലാം തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി മേ ബി റെസൽമേനിയ 41 മുൻപേ നടക്കാൻ വേണ്ടി പോകുന്ന റോ എപ്പിസോഡിൽ റോക്കിൻ്റെ ഒരു തിരിച്ചുവരവോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളും നമുക്ക് കാണാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും കോഡി റോഡ്സ് വേഴ്സസ് ജോൺ സീന തമ്മിലുള്ള ഈ ഒരു പ്രോമോ ബാറ്റിൽ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നല്ല കിടിലനായിട്ട് രണ്ടുപേരും അവരുടെ കാര്യങ്ങൾ പറഞ്ഞിട്ടുമുണ്ടായിരുന്നു. നിങ്ങളുടെ അഭിപ്രായത്തിൽ റെസൽമേനിയ 41 മുൻപേ ഇനി ജോൺ സീന റിട്ടേൺ ചെയ്യുമോ? വീഡിയോ താഴെ കമൻറ്റ് ചെയ്യൂ.